പക്ഷേ ഇപ്പോഴത്തെ എക്സൈറ്റ്മെന്റ് ഒന്നും നോക്കണ്ട ഗൈസ്. അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്റെ മുഖത്തുള്ള വിഷമം അതെനിക്ക് പറഞ്ഞറിയിക്കാം. ഹലോ, ഒരു അൺബോക്സിംഗ് വീഡിയോ ആയാലോ? ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടി ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ കേട്ടോ. ഞാൻ ഫസ്റ്റ് ആയിട്ട് എന്റെ യൂട്യൂബിന് ഇൻസ്റ്റയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണിത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കറിയില്ല ഈ എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞു തീർക്കേണ്ടത് എന്നൊക്കെ പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എക്സൈറ്റ്മെന്റ് ഒന്നും നോക്കണ്ട ഗൈസ്. അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്റെ മുഖത്തുള്ള വിഷമം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സോ നമുക്ക് എന്താ സാധനം നോക്കിയാലോ? ഞാൻ എന്റെ വീഡിയോസ് എല്ലാം എടുത്തോണ്ടിരുന്നത് ഇപ്പൊ ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ മുട്ടിലിരുന്നിട്ട് നമ്മുടെ മറ്റേ വിൻഡോയിൽ മിററിലേക്ക് ഈ ഫോൺ ചാരി വെച്ചിട്ട് അങ്ങനെയാണ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തോണ്ടിരുന്നത്. അല്ലാണ്ട് കുക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ഡ്രോയിങ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് എന്താണോ ചെയ്യുന്നത് അതെടുത്ത് അങ്ങനെയാണ് ഞാൻ വീഡിയോസ് എടുത്തോണ്ടിരുന്നത്. അപ്പം ഒരു കയ്യിൽ നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും വേറെയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ വീഡിയോസ് അത്ര പെർഫെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് എന്തായാലും ഒരു ട്രൈപോഡ് മേടിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് എന്റെ കയ്യിലുള്ള ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേസ് ഞാൻ ഈ ട്രൈപോഡ് മേടിക്കുന്നത്. അങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻസോട് കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ സാധനം കിട്ടി. എനിക്കറിയില്ല അതെങ്ങനെ ആ ഹാപ്പിനെസ് പറഞ്ഞു തരുവാന്ന്. അങ്ങനെ ഞാനായിട്ട് അത് അൺബോക്സ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ആണെങ്കിൽ ഇതിങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ എന്റെ ഈ ഫേസിൽ കാണുന്ന എക്സ്പ്രഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞുകൂടാത്തതിന്റെ ആ ഒരു എക്സ്പ്രഷൻസ് ആണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ആകുമ്പോൾ ലിങ്ക് കൂട്ടി നോക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ചിലപ്പോൾ എനിക്ക് അറിവിടാത്തോണ്ടായിരിക്കും ഇത് കുറെ കൂടെ നീളമായിട്ട് അത് കരുതിയിട്ട് ഞാൻ വലിക്കും നീളാവുന്നില്ല. ഞാൻ മുട്ടി വീഴുന്നത് എടുക്കുന്ന ആ ഒരു ഹൈറ്റ് മാത്രമേ ഈ ട്രൈപോഡിനുള്ളൂ. ഓൾമോസ്റ്റ് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും മുകളിൽ വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു ട്രൈപോഡാണ്. എന്റെ നെഞ്ച് പോയി കാര്യം എനിക്കറിയില്ല ഒരു വിഷമം എങ്ങനെ പറഞ്ഞ് അറിയിക്കേണ്ടത്. ഞാൻ ആക്ച്വലി വീഡിയോ പർച്ചേസ് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം അതിന്റെ മുകളിൽ ലൈറ്റ് ഉണ്ടായിരുന്നേ. ഞാൻ ഇതിപ്പോ ഓൾമോസ്റ്റ് വാങ്ങിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ചെയ്യുന്നത്. അന്നത്തെ ദിവസം മൊത്തം ഞാൻ ചാർജിന് കൊടുത്തിട്ട് അത് ഓൾമോസ്റ്റ് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ആണ്. അപ്പൊ ഞാൻ ചാർജ് കൊടുത്തിട്ട് പോലും എനിക്ക് ആ ലൈറ്റ് കത്തുന്നില്ല ഗൈസ്. നമ്മൾ ആ ചാർജറായിട്ട് കണക്ട് ചെയ്തിട്ടേക്കുന്ന സമയത്ത് മാത്രമാണ് അതേ ലൈറ്റ് കത്തുന്നത്. അതുകൂടെ ആയിട്ടെങ്കിൽ ഫുൾ ഡിസപ്പോയിന്റ്മെന്റ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിപ്പോയെന്ന് തോന്നി. പക്ഷെ കുറെ രീതിയിലൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വരെ വഴിയില്ല. കാരണം ഞാൻ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ റിട്ടേൺ പോളിസി ഉണ്ടോ എന്ന് നോക്കിയിരുന്നു. 10 ദിവസം റിട്ടേൺ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നീട് റിട്ടേൺ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും റിട്ടേൺ പോളിസി ഇല്ല, റീപ്ലേസ്മെന്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതും ഫ്രീ സൈസ് ആയതുകൊണ്ട് റീപ്ലേസ് ചെയ്താലും സെയിം സാധനം തന്നെ വീണ്ടും വരും. അപ്പൊ ഈ കാര്യം എനിക്കൊരു ഹാർട്ട് ബ്രേക്ക് ആയി. എന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നോക്കണ്ട, ഫുൾ ഡിസപ്പോയിന്റ്മെന്റിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് അത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ട്രൈപോഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് അത്യാവശ്യം ലെങ്ത് ഉള്ള നല്ല നല്ല ട്രൈപോഡിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് റിവ്യൂ കൂടി നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കാം. കുറച്ച് റിവ്യൂസ് ഗുഡ് ആയിട്ടുള്ളതിന്റെ ലിങ്ക് തന്നെയാട്ടോ ഞാൻ താഴെ കൊടുക്കാന്ന് പറയുന്നത്. ഒരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ കണ്ടിട്ട് ലിങ്ക് വാങ്ങിയിട്ട് പർച്ചേസ് ചെയ്ത ഒരു ഐറ്റം ആണ്. വിഷമമൊന്നുമില്ല, എന്നാലും നല്ല സങ്കടമുണ്ട്. സോ എനിക്ക് തെറ്റുപറ്റി, അതേപോലെ ആർക്കും പറ്റരുത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എന്നാ ബൈ.